റേഡിയോ മാംഗോൻ്റെ ഒരു ടാഗ് ലൈനാണ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഭാഷാ പഠനത്തിൽ നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് കേൾക്കുക എന്നുള്ളത്. നമ്മൾ എത്രയാണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ ഔട്ട്പുട്ടാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിലേക്കൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമല്ലോ, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിൻ്റെ റിസൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അതുപോലെ തന്നെയാണ് ഭാഷാ പഠനം. നമ്മൾ നിരന്തരമായിട്ട് കേൾവി അത്യാവശ്യമാണ്. നമ്മൾ കേൾക്കുമ്പോൾ, ഒരു എക്സാമ്പിൾ, നിങ്ങളൊരു വീഡിയോ കേൾക്കുമ്പോൾ കുറച്ച് പദങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ആവും. ഞാൻ ചില സമയത്തൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഈ പദങ്ങളൊക്കെ പഠിച്ചോനെ എവിടുന്നാണ് വരുന്നത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പ് കേട്ട് മനസ്സിൽ അതിൻ്റെ പദങ്ങളാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഭാഷ പഠനത്തിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഇവിടെ തന്നെ പലപ്പോഴും പല ആളുകളൊരു നെഗറ്റീവായിട്ട് ചെയ്യുന്നതാണ് കേൾക്കുക എന്ന് പറഞ്ഞിട്ടും നല്ല വലിയ ടഫായിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസ് കാണാൻ പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കേട്ടാലൊന്നും മനസ്സിലാവുന്നില്ല, അപ്പോൾ എല്ലാം മൂടൊക്കെ പോകും. അപ്പോൾ നിങ്ങളുടെ ഒരു ലെവൽ എന്താണോ, ഞാൻ ബിഗിനറാണ്, അപ്പോൾ ചെറിയ കാർട്ടൂണ്, ചെറിയൊരു കുഞ്ഞു വീഡിയോ, അതിൽ തന്നെ ചിലപ്പോൾ ഫോറിൻ സ്പീക്കേഴ്സിൻ്റെ വീഡിയോസ് ആണെങ്കിൽ നമുക്ക് അവരുടെ ആക്സെൻറ്റ് മനസ്സിലാവില്ല. അപ്പോൾ ഇന്ത്യൻ ആക്സെൻറ്റിലുള്ള വീഡിയോ, അങ്ങനെ കുഞ്ഞു വീഡിയോസൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് ചെയ്യുമ്പോൾ, നടന്നുകൊണ്ടിരിക്കുമ്പോഴോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഒക്കെ ചെറിയ വീഡിയോകൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ കേൾവിയാണ് നമ്മുടെ സംസാരത്തിന് ഭയങ്കര എഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു റിസൾട്ടുകൾ കിട്ടും.